ഹായ് നമസ്കാരം. പെരേരല്ലേ? അതെ. എന്താണ് പെരേര ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഇന്ന് നമ്മുടെ കേരളക്കരയുടെ സ്വന്തം ജനപ്രിയ മെഗാസ്റ്റാർ ദിലീപേട്ടന്റെ ബർത്ത്ഡേ ആണ്. അടിപൊളി. കാരണം എല്ലാവരും മെഗാസ്റ്റാർ എന്ന് പറയുന്നത് മമ്മൂക്കയാണ്. മമ്മൂക്കയും മെഗാസ്റ്റാർ ആണ്. പക്ഷെ മമ്മൂക്കയാണെങ്കിൽ ലാലേട്ടനെയും കാണാൻ പെട്ടെന്ന് പറ്റില്ല. കാരണം ഞാൻ അടുത്ത് നിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, നിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ദിലീപേട്ടനെ അങ്ങനെയല്ല, നമുക്ക് കണ്ട് ഹായ് ഹലോ ഹായ് എങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ട്. കൂടുതൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറയണ താനൊരു പടത്തിൽ ചെയ്തിരുന്നല്ലോ ദിലീപേട്ടനായിട്ടല്ലേ ഒരുമിച്ച് വർക്ക് ചെയ്ത്? നമ്മുടെ ബാദുക്ക പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മൂവി വോയിസ് ഓഫ് സത്യാനന്ദനിലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഏത് സിനിമയിലാണ് താങ്കള് അതായത് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്? പടത്തിലാണ് കാര്യസ്ഥൻ തുടങ്ങി ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം ചില പടങ്ങൾ എനിക്ക് പടങ്ങൾ വർക്കായില്ല, പക്ഷെ എനിക്ക് ഒരുപാട് പടങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം വില്ലാളി വീരൻ, മിസ്റ്റർ മരുമകൻ, അപ്പൊ ആ സിനിമകളൊന്നും ആരും എടുത്തു പറയുന്നില്ല. എങ്കിൽ കൂടിയും അത് എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. അവതാരമാണെങ്കിലും നല്ലൊരു മൂവിയായിരുന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ ബബ്ബ വരെ എത്തി നിൽക്കുന്ന ദിലീപേട്ടനാണ്. ദിലീപേട്ടന്റെ ഓരോ സിനിമകളും ഒരുപാട് തവണ ഇയാൾ കാണാറുണ്ടല്ലേ? ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. സി ഡി മൂസ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടോ? മൂന്ന് തവണ കണ്ടു. അങ്ങനെ കൂടുതലായിട്ട് കാണാറുണ്ടല്ലേ? സീൻസ് കുറെ സീൻസ് കണ്ടിട്ടുണ്ടാവും. സിനിമ കൂടുതലും കണ്ടത് മിസ്റ്റർ മരുമകനാണെന്ന് തോന്നുന്നു. 8 തവണ മിസ്റ്റർ മരുമകൻ. 8 പ്രാവശ്യം. അങ്ങനെ അതെനിക്ക് വീണ്ടും കാണാനുള്ള ഒരു ഇതുണ്ട്. മിസ്റ്റർ മരുമകനോ? ഫൈറ്റ് സീൻസ് ഒക്കെ പിന്നെ റിപ്പീറ്റ് മാലും ഉണ്ട്. സൂര്യ ടി വി വരുന്നതുകൊണ്ട് അത് കാണാറുണ്ടല്ലേ? പിന്നെ ഇവൻ മര്യാദരാമൻ മരുമകനെ കാണാറുണ്ട്. പിന്നെ മൈസാന്റെ സി കേരളത്തിൽ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചാനലിലൊക്കെ നമ്മള് ദിലീപേട്ട സിനിമകൾ കാണാറുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഫ്ലവേഴ്സിൽ കമാർ സംഭവം എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? ഒരുപാട് ഇഷ്ടമാണ് ദിലീപേട്ടൻ അല്ലേ? ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇന്ന് പുട്ടുകടയിലേക്കും പോയില്ല? അണ്ണനും ഉണ്ടായിരുന്നല്ലോ. സ്ഥിരം ഒരു വരുന്ന സിനിമയുണ്ട് ദിലീപേട്ടന്റെ, കൊച്ചി രാജാവ്. സ്ഥിരം കൈരളിയിലേക്ക് വരാറുണ്ട്. കൊച്ചി രാജാവ്. അണ്ണന്റെ കൂടെ അവിടെ പോയിരുന്നു അല്ലേ? പുട്ടുകടയിൽ പോയിരുന്നു അല്ലേ അണ്ണന്റെ കൂടെ? ഇന്ന് ആറട്ടെണ്ണം വിളിച്ചിട്ട് പുട്ടുകടയിൽ പോയിരുന്നു. നല്ല ഫുഡാണ് അവിടെ. പിന്നെ അവിടെ വെച്ചാണ് നമ്മുടെ അണ്ണന്റെ പിറന്നാളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ പോയി സ്ഥിരം നമ്മൾ അവിടെ പോയി കഴിക്കണം. കാരണം ലക്ഷറി ഫുഡാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ദിലീപേട്ട ഒരു 1000 രൂപയും ഹോട്ടലിൽ കൊടുക്കാണ്ട് പോവില്ല. എന്താ 1000 ഹോട്ടലില്. ഓക്കെ, എന്തായാലും സന്തോഷം. ദിലീപേട്ടന്റെ പിറന്നാൾ ഗംഭീരമായിട്ട്. ആൾക്കാര് പൈസ മുടക്കാൻ അടിക്കും. ആ പേര് പറയണ്ട. പക്ഷേ ശരി. അപ്പൊ നമ്മുടെ പച്ചക്കുതിരയുടെ സൗണ്ട് ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അടിപൊളി. എന്തായാലും പെരേര ഗംഭീരമായിട്ട് ആഘോഷിക്കൂലേ പിറന്നാള്? അപ്പൊ ദിലീപേട്ട എന്തായാലും ഈ തവണ ഒരു കാര്യം മറന്നുപോയി. കാരണം ഇപ്പൊ മണിച്ചേട്ടൻ ജീവിച്ചിരുന്നെങ്കിൽ ദിലീപേട്ട ഒരു വിഷു കൊടുത്താൽ അതൊന്ന് താൻ കൊടുത്തേ. ഹൈ, എന്റെ പ്രിയപ്പെട്ട എന്റെ കുഞ്ഞനിയൻ ദിലീപിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുകയാണ്. ഇനിയും ഒരുപാട് നാള് മലയാള സിനിമയിലും ഉണ്ടാവട്ടെ. ഹൈ, എല്ലാവിധ നന്മകളും തരുന്നു ദിലീപിനെ. പറയൂ. ഏതെങ്കിലും മണിച്ചേട്ടന്റെ ഏതെങ്കിലും പാട്ട് വെച്ചിട്ട് ഒരു പേരടി ദിലീപന്റെ പേര് വെച്ചിട്ട്. അങ്ങനെ എനിക്ക് കിട്ടത്തില്ല. രണ്ടുപേരും മണിച്ചേട്ടന്റെ പാട്ടാ. വൈകുച്ചാണ്ടേ പാണ്ണം കത്തണുമാ, വഴല പൊട്ടിച്ചി പാപ്പണ്ടാക്കണുമാ, വയറ് കത്തിയാല് എന്റെ കൊടല് കത്തണുമാ. ചെറിയൊരു വരി പാട്ട്. ഒരല്ല 4 വരി. പുതിയ ഇപ്പൊ വന്ന പാട്ടാണ്. ഒരുപാട് സിനിമകൾ ചെയ്ത് സൂപ്പർ ഹിറ്റ് ആയ നടനല്ലേ ദിലീപേട്ടൻ. വ്യത്യസ്ത സിനിമകളുടെ ബാലരാജകുമാരനല്ലേ ദിലീപേട്ടൻ. മായാമോഹിനിയായാലും സൗണ്ട് തോമ ആയാലും വേറൊരു നടനെ ചിന്തിക്കാനാകുമോ? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ദിലീപേട്ട. അഭിലാഷോടെ ഒപ്പം അലിജോസ് പെരേര.